നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റ് കൂടി ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ചോദ്യമായിരിക്കും. അതായത് ഇവരെ പ്രൈവറ്റ് ലൈഫിൽ ഇവർക്കുണ്ടായ ഇൻറ്റിമേസിനെ കൊണ്ട് പറയാനായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേങ്കിൽ പലർക്കും നാണായത് കൊണ്ട് തന്നെ അവരാണെങ്കിൽ ഇതിങ്ങനെ പ്രൈവറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ടൈം അതിലേതോ ഒരാൾ പറയും എന്തായാലും എല്ലാവരും ഇതിനൊക്കെ മറുപടി പറയേണ്ടതാണ്, നിങ്ങൾ പറഞ്ഞോ എന്ന് പറയേ. അതിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. നമ്മളൊരു ഇൻറ്റിമേസിയിലേക്ക് പോകുന്നതിനേയും കാട്ടി മുന്നേ നമ്മളൊരു ഉമ്മ കൊടുക്കുന്ന കാര്യം പ്രധാനമാണെന്നായിരിക്കും നമ്മളെ പാർക്കിന്റെ വാദം. അതിനാണെങ്കിൽ നമ്മൾ ലീയും ഒക്കെ പറയുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ യോഗ ടീച്ചറല്ലേ, യോഗ അല്ല ജിം ടീച്ചറല്ലേ, അവളാണെങ്കിൽ പറയും ഓരോ രാത്രിയും ഞാൻ ചില സമയം ഡ്രിങ്ക്സ് ചെയ്തിട്ട് ആരെല്ലാം കൂടിയാ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത്. നമ്മൾ നോവലിസ്റ്റ് ആണെങ്കിൽ ചോദിക്കും നിനക്കിതിൽ റിഗ്രറ്റ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും. അവളാണെങ്കിൽ പറയും എനിക്കെന്തിനാ റിഗ്രറ്റ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ടാവേ. അതിൻ്റെ ഇടയ്ക്ക് റിന്നാണെങ്കിൽ പറയും അത് ഈ ഒരു ഇൻറ്റിമേസിയും കിസ്സും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഫസ്റ്റ് കിസ് എന്നൊക്കെ പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ഥലത്ത് നിന്നായിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ 5 വർഷം മുന്നേ ഇവളെ ലൈഫിൽ നടന്നൊരു കാര്യം പറയൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോയും റിന്നും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആണല്ലോ. അവർ രണ്ടാളും ആണെങ്കിൽ തിയേറ്ററിൽ ഇരിക്കുന്നതായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനോട് പറയൂ ഇങ്ങനെ നീ ഇങ്ങനെ സിനിമ മാത്രം കണ്ടിട്ടിരുന്നാൽ മതിയോ, നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇവൾ ഉദ്ദേശിച്ചത് ഇന്റിമേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതെന്നാണ്. ഇവളിങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത് കൊണ്ടിട്ട് നമ്മളെ ചെക്കൻ്റെ വായിലത്തെ പോപ്കോൺ ആണെങ്കിൽ നേരെ പോയിട്ട് ഒരാളെ തലയിലേക്ക് വീകുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും നിന്നെ പോലത്തെ ഒരു പേടിത്തൊണ്ടൻ്റെ കൂടെ ഞാൻ ലൈഫിൽ വന്നിട്ടില്ല, അതുമാത്രമല്ല ഇനി മുതൽ നമ്മളിങ്ങനെ ഇന്റിമേറ്റ് ആവുന്ന ടൈം ഉറപ്പായിട്ട് ഞാൻ ഒരു പോപ്കോൺ മാത്രമേ ആലോചിക്കുള്ളൂ എന്ന് പറയേ. ഈ ഒരു കഥ കേൾക്കുന്ന ടൈം എല്ലാവരും ചിരിച്ച് വീകുന്നുണ്ടാവും. നമ്മളെ പാർക്കാണെങ്കിൽ പറയും ഓക്കെ അവിടെ വെച്ചിട്ട് നീയോ അവളും തമ്മിൽ ഒന്നും നടന്നിട്ടില്ല, വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് നടന്നിനൊന്ന് ചോദിക്കുന്ന ടൈം അവൻ പിന്നെ ഒരു പാസ്റ്റ് പറയൂ. അങ്ങനെ നമ്മളെ പാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഇവർ രണ്ടാളും ഒരു ഹോട്ടലിൽ പോകുന്നുണ്ടാവും. നമ്മളെ ജോയ്ക്കാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും അറിയുന്നില്ലെങ്കിൽ കൂടി നമ്മളെ റെന്നിന് മാക്സിമം എന്തല്ലോ അറിയുന്നത് കൊണ്ട് തന്നെ അവളെല്ലാം പറഞ്ഞിട്ടായിരിക്കും ഇവർ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്റിമേറ്റ് ആണെങ്കിൽ അവിടുന്ന് നടക്കുന്നുണ്ടാവുക. എന്ത് പറഞ്ഞാലും നല്ല രീതിയിൽ നടക്കുന്നുണ്ടാവും. അവർക്ക് ആ ഒരു കാര്യം ഇവർ രണ്ടാളും പറയുന്ന ടൈം പാർക്കാണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നത് ഇവരുടെ സംസാരം കേട്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും അറിയാം പരസ്പരം ഇതിൻ്റെ ഉള്ളിൽ ആരെല്ലാം ഉള്ളതെന്നുള്ള കാര്യം. അത് കേട്ടിട്ട് പാർക്കാണെങ്കിൽ പറയൂ ഞാനാണ് അവൻ ഈ ഒരു കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്തത്, ഞാനില്ലെങ്കിൽ അവനൊന്നും നടക്കൂലേന്നു പറയേ. അതേ ടൈം ജോയ് ആണെങ്കിൽ പറയും എൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിന്റെ കാര്യത്തിലും നിന്റെ പെണ്ണാണെങ്കിൽ നിനക്ക് ലൈഫും അവളെ ബോഡിയും എല്ലാം നിനക്ക് തന്നിനെന്ന് പറയും. അതേ ടൈം നമ്മളെ ചെക്കൻ്റെ ഒരു പാസ്റ്റ് കാണിക്കൂ. ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ട് വരുന്നത്. മാത്രമല്ല നമ്മളെ ഫോൾ ഇൻ ലവ് അഗെയിൻ ഇല്ലേ, ആ ഒരു ഡ്രാമയുടെ അടുത്ത എപ്പിസോഡ് ഞാൻ നാളെ തന്നെ ഇടാട്ടാ. ഇന്ന് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇടണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെങ്കിൽ പെട്ടെന്ന് എനിക്ക് പീരീഡ്സ് വന്ന് പിന്നെ ഇത് പകുതിക്ക് റെക്കോർഡാക്കിയത് കൊണ്ട് ഇത് മാത്രം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പെയിനായിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവൂലേ. 1 വർഷം മുന്നിലത്തെ കാര്യമാണ് സംഭവം. നമ്മളെ ചെക്കനാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങിയിട്ട് എണീക്കുന്ന ടൈം ഫോൺ നോക്കും. ഫോണിലാണെങ്കിൽ വേവ്സും കാര്യങ്ങളൊക്കെ ഇന്ന് നല്ല രീതിയിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ വിചാരിക്കും സർഫ് ചെയ്യാൻ ഇത് അടിപൊളിയായിട്ടുള്ള ടൈം എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് നോക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ടാവുക. പെട്ടെന്നാണെങ്കിൽ അവന് ടെൻഷൻ ആവുകയും അവൻ എവിടെയാണ് ഉള്ളത്, ഇന്നലെ രാത്രിയാണെങ്കിൽ ആ ഒരു കടലിന്റെ സൈഡിലായിരിക്കും ഇവൻ ഉറങ്ങിയിട്ടുണ്ടാവുക. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവനാണെങ്കിൽ ഒന്നും തിരിയുന്നുണ്ടാവില്ല. ആ ഒരു ഷെൽട്ടർ ആണെങ്കിൽ ഇതുപോലെ തുറക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഓരോ രീതിയിലത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടാവും ഇവർക്ക്. എന്നിട്ട് അവളാണെങ്കിൽ പറയും നീ ആണെങ്കിൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പഠിക്കാൻ വരുന്നില്ലേ, എന്നാ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അവനും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല സംഭവം എന്നായിരിക്കും. ഇവൻ ഉറങ്ങുന്ന ടൈം ഇവളാണെങ്കിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടാവും ഒരിക്കൽ നിനക്ക് ഇന്നിങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടോ എന്ന്. ഉറക്കത്തിൽ ഇവനാണെങ്കിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടായിരിക്കും ഇവളാണെങ്കിൽ ഇവനോട് ഇപ്പം വരാൻ പറയുന്നുണ്ടാവുക. ആണെങ്കിൽ ഇവളെ കളി കണ്ടിട്ട് ചിരിയെല്ലാം വരുന്നുണ്ടാവും ഒരിക്കൽ. പക്ഷെങ്കിൽ എന്ത് പറയാനാ അവളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ലേ. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടാവും ഒരിക്കൽ. ഒരു ഡ്രൈവിംഗ് പഠിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എപ്പോൾ നമ്മൾക്ക് അറിയുന്ന ഒരാളെ നമ്മളെ സൈഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അറിയാത്ത ഒരാളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ മര്യാദയ്ക്ക് അറിയാത്ത ഒരാളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മളെ അച്ഛനോ ബ്രദറോ ആയിട്ടാണെങ്കിലും നമ്മൾ ഒരിക്കലും ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നില്ല. ചീത്ത കിട്ടി 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 എൻ്റെ അവസ്ഥ
അവസ്ഥ അങ്ങനെയാണ്. അതുപോലെ ആയിരിക്കും ഇവർ തമ്മിൽ ഓരോന്ന് പറഞ്ഞിട്ട് അടി കഴിയുന്നുണ്ടാവും. എന്നെ പോലെ ചീത്ത കിട്ടിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒരിക്കൽ കമന്റ് ചെയ്യണേ. പഠിപ്പിക്കലെല്ലാം കഴിഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് അടിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ ഇവളിൽ ഭയങ്കര കംഫർട്ട് ആയിട്ടുണ്ടാവും. ഇപ്പോൾ അവരാണെങ്കിൽ ഒപ്പരം സർഫ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല ഒപ്പരം ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റ് ഒപ്പരം കഴുകും. പിന്നെ നമ്മൾ നായ്ക്കുട്ടനില്ലേ അവനെയും കൂട്ടിയിട്ടാണെങ്കിൽ വാക്കിങ്ങിന് പോകും. അവർ രണ്ടാളും അവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ സർഫിന്റെ ബോർഡില്ലേ അതുണ്ടാക്കുന്ന ടൈം നമ്മളെ പെണ്ണങ്ങോട്ടേക്ക് വരും. ഇവനാണെങ്കിൽ നമ്മളെ റാറേനെ കൊണ്ട് ചോദിക്കുന്ന ടൈം റാറയും അവളെ ബോയ് ഫ്രണ്ടും കൂടിയിട്ട് ഡേറ്റിങ്ങിന് പോയ കാര്യമായിരിക്കും നമ്മളെ പെണ്ണ് പറയുന്നുണ്ടാവുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഇവനോട് റാറേനെ നീ എവിടുന്ന കണ്ടേന്ന് ചോദിക്കുന്നുണ്ടാവുക. അതേ ടൈമായിരിക്കും ഈ ഒരു റാറേന്റെ ബോയ് ഫ്രണ്ടും റാറയാണെങ്കിൽ ഡേറ്റിംഗ് ചെയ്യുന്ന ടൈം തൊട്ടിട്ട് ഇവനാണെങ്കിൽ അവരെ അറിയായിരിക്കും. ഇവർ മൂന്നാളും ഒരു കോളേജിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ പാർക്കാണെങ്കിൽ ലീനോട് പറയുന്നുണ്ടാവും. റാറേന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ബിൻ എന്നായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ സർഫിങ്ങിനെ കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുക. ഇവളെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ചെക്കന് മനസ്സിലാകും ഇവക്കാണെങ്കിൽ സർഫ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എന്തോ ഒരു പേടിയുണ്ടെന്ന്. അവനാണെങ്കിൽ ചോദിക്കും നിനക്ക് ഇങ്ങനെ വാട്ടർ പേടിയാണെന്ന് റാറ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുക. അവളാണെങ്കിൽ പറയും ശരിക്കും എനിക്ക് പേടിയാണ്, പക്ഷെങ്കിൽ സർഫ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, നീ എന്നെ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുക. അവൻ പറയും പഠിപ്പിച്ചു തരാമെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം അവനാണെങ്കിൽ അവന്റെ ക്യാമ്പേർന്ന് പുറത്ത് വരുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ നിന്നിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കാണുന്നുണ്ടാവുക. എന്നെ കണ്ടപാടി ഇവളാണെങ്കിൽ പറയും കണ്ട എനിക്കിപ്പോ ഒരു പേടിയില്ല, ഈ ഒരു സർഫ് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ ഒരു ആവേശമില്ല, ആ ഒരു ആവേശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവൾ ആവേശം കാണുന്ന ടൈം ഇവ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അവളാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം വീണിട്ടായിരിക്കും ശരിയാവുന്നുണ്ടാവുക. അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അവളാണെങ്കിൽ അടിപൊളിയായിട്ട് പിന്നെ സർഫ് ചെയ്യുന്നുണ്ടാവും. അവനാണെങ്കിൽ രക്ഷപ്പെട്ട് ഇവള് പഠിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന അതേ ടൈമായിരിക്കും വേറെ ഏതോ ഒരു അങ്കിള് വന്നിട്ട് ഇവളെ സർഫിനോട് മുട്ടിയിട്ട് ഇവളാണെങ്കിൽ നേരെ കടലിലേക്ക് വീകുന്നുണ്ടാവുക. അവക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അവളെ നെറ്റിക്ക് ചെറിയതാ ഇതുപോലത്തെ ഒരു മുറിവ് വന്നിട്ടുണ്ടാവും. അവനാണെങ്കിൽ അവളെയും കൂട്ടി പോയിട്ട് അവൾക്ക് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവും. ഇവർക്ക് ഇതേ ടൈമും അവൾക്ക് പെയിൻ ഉണ്ടെങ്കിലും അവൾ ആ ഒരു സർഫ് ചെയ്ത ആ ഒരു ഹാപ്പിയില്ലേ ആ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും ഉണ്ടാകുക. ഇവക്കാണെങ്കിൽ വേവ് ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ പേടിയാണെങ്കിൽ കൂടി നമുക്ക് അതിനോട് ഒരു ഇഷ്ടം വരുന്ന ടൈം ആ ഒരു പേടി കുറയല്ലോ. ആ ഒരു അവസ്ഥയിലായിരിക്കും അവൾ ഉണ്ടാവുക. ആ ഒരു കാര്യം അവൾ ഭയങ്കര എക്സൈറ്റഡിൽ പറയുന്നതായിരിക്കും. ഇവളെ സംസാരം കേൾക്കുന്നവരെ നമ്മളെ ചെക്കിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ടാവും. അങ്ങനെ അവനാണെങ്കിൽ അവൾക്ക് ഇതുപോലെ മരുന്ന് വെച്ച് കൊടുക്കുന്ന ടൈം അവളെ ചുണ്ടത്തത് അറിയാണ്ട് തട്ടിപ്പോകുന്നുണ്ടാവുമായിരിക്കും. ഇവളാണെങ്കിൽ അതെന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇവളാണെങ്കിൽ എന്ത് ചെയ്യും അവൻ്റെ കൈ എടുത്തിട്ട് അവൻ്റെ കൈക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്നത് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോ. കുഞ്ഞുമക്കളെല്ലാം കണ്ണുപൊത്തിക്കോ, എന്നെപ്പോലത്തെ വലിയ മക്കളും വേണമെങ്കിൽ കണ്ണുപൊത്തിക്കോ. അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടാവുമായിരിക്കും. രണ്ടാളും കൂടിയിട്ട് ആസ്വദിച്ചിട്ട് വരുന്ന ടൈമായിരിക്കും കാറ്റടിച്ചിട്ട് അവിടെയുള്ള ഈ ഒരു സർഫ് ബോർഡൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വീകുന്നുണ്ടാവുക. പിള്ളേർ രണ്ടാളും പേടിച്ചു പോകുന്നുണ്ടാവും. അതിനുശേഷം അവർ രണ്ടാളും ഉമ്മ വെച്ചതിന് ശേഷം പിന്നെ അവരെ കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ടാവുമായിരിക്കും. ഇതായിരിക്കും അവരെ ഫസ്റ്റ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം നമ്മളെ പാർക്കാണെങ്കിൽ ഇവരോട് എല്ലാവരോടും പറയും. ആ ഒരു സിറ്റുവേഷനിൽ അവനാണെങ്കിൽ അവളോടുള്ള ഒരു ഇഷ്ടമില്ല അത് തുറന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവളാണെങ്കിൽ ഒരു ഐ ലവ് യു ടൂന്നോ അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നോ അങ്ങനത്തെ ഒരു കാര്യം പറയാണ്ട് ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ചിരിക്കുമെന്ന് പറയില്ലേ ആ ഒരു ചിരി മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ അതാണെങ്കിൽ അവന് ഓക്കെ എന്നുള്ള രീതിയായിരിക്കും എടുക്കുന്നുണ്ടാവുക. ആ ഒരു കാര്യം ഇവനാണെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന ടൈമും ഇവന്റെ മനസ്സിൽ ഇവളാണെങ്കിൽ ഐ ലവ് യു ടു പറഞ്ഞിട്ടില്ലല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ ഇവളെ കണ്ടവട് ഹായ് എന്നൊക്കെ പറയുന്ന ടൈം അവളാണെങ്കിൽ വേറൊരു ചെക്കനോടായിരിക്കും ഹായ് എന്ന് പറയുന്നുണ്ടാവുക. അത് മാത്രമല്ല അവർ തമ്മിൽ ഭയങ്കര ഡീപ്പായിട്ട് പെരുമാറുന്ന പോലെ ഇവന് ഫീൽ ആവുന്നുണ്ടാവുമായിരിക്കും. അവൻ്റെ അവസ്ഥ ഒരിക്കൽ നിങ്ങൾ ആലോചിച്ചൊക്കെ രാത്രി ഒരു കുട്ടീനോട് കിടന്നിട്ട് പിറ്റേ ദിവസം ആ പെണ്ണാണെങ്കിൽ വേറൊരു ചെക്കനോട് ഭയങ്കര അടുപ്പത്തിൽ പെരുമാറുന്ന ടൈം അവനുണ്ടാകുന്ന ഒരു പേടിയില്ലേ ആ ഒരു പേടി അവൻ്റെ മൈൻഡിൽ ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് ഈ ഒരു പ്രസന്റിൽ അവനാണെങ്കിൽ പറയും ഇവളാണെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇൻ കേസ് അവൾ ആ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടെങ്കിൽ അവളോട് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഒരു ഇന്റർവ്യൂവിൽ നമ്മളെ ലീ ഉള്ള കാര്യം പാർക്കിനെ അറിയില്ലേ അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറയുന്നുണ്ടാവുക. ഇൻ കേസ് അവൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടെങ്കിൽ നീ ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള ഗേളാണ് അത് എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കാര്യം അവളോട് പറയുന്നുണ്ടാവും.
അവക്കാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ സങ്കടാവുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ പറയും ശരിയാണ്, ഞാൻ ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള വുമണാണ്. അത് മാത്രമല്ല, ഒരു ദിവസം ഞാൻ നിന്നെ സെഡ്യൂസ് ചെയ്ത്, ഒരു ദിവസം ഞാൻ നിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരുന്ന്, പിറ്റേ ദിവസം ഞാൻ നിന്നെ ഉപേക്ഷിച്ച്, അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെ മോശമായിട്ടുള്ള ഗേൾ ആണെന്ന് പറയേ. എന്നിട്ട് അവൾ തന്നെ ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയൂ, ഞാൻ നിന്നോട് പറഞ്ഞ പേര് ജൂൺ എന്നല്ലേ, ആ ഒരു പേരാണെങ്കിൽ ശരിക്കും കള്ളായിരുന്നു. എൻ്റെ പേര് ജൂൺ എന്നല്ല, എൻ്റെ ശരിക്കുള്ള പേര് ലീ എന്നാണ്. ഞാൻ നിന്നെ സത്യം പറഞ്ഞാൽ പറ്റിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. നീ മീറ്റ് ചെയ്ത ആ ഒരു ജൂണില്ലേ, ആ ഒരു ജൂണ് ഒരിക്കലും ഞാനല്ല, എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല എന്ന് അവൾ പറയുന്നുണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ അവർ പിന്നെ ആലോചിക്കുന്നുണ്ട്. അവർക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ചെക്കനോട് സംസാരിക്കുന്നത് ഇവൻ കാണുന്നുണ്ടാവല്ലോ, ഇവനാണെങ്കിൽ നോക്കി നിൽക്കുന്ന കാര്യം നമ്മളെ പെണ്ണും കാണുന്നുണ്ട്. അവർക്ക് ഇവൾ കണ്ടെന്ന് മനസ്സിലാക്കിയ പാട് തന്നെ ഇവനാണെങ്കിൽ അഭിനയിച്ചിട്ട് അവിടെയുള്ള ഓരോ പണികൾ ചെയ്യാൻ തുടങ്ങും. ഇവൾ വന്ന പാട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയുമ്പോൾ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവൻ്റെ മനസ്സിൽ ഇവളെ കൊണ്ടൊരു മോശമായിട്ടുള്ള തിങ്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരു വർത്താനായിരിക്കും അവനും ഇവളോട് സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ അവളാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ ഉറങ്ങി എണീക്കുന്ന ടൈം നീ ഭയങ്കര ക്യൂട്ട് ബേബി ആയിട്ട് ഉറങ്ങുന്ന കണ്ടിന്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പുകഴ്ത്തുവേ. ആ ഒരു ടൈം ഇവനാണെങ്കിൽ ഇത്ര നേരം ഇവളോടുണ്ടായ ഒരു ദേഷ്യം മാറിയിട്ട് ഒരു ക്യൂട്ട്നെസ് ആയിട്ടുള്ള ചിരിയും നാണമൊക്കെ വരുന്നുണ്ടാവും. രണ്ടും കൂടിയിട്ട് നടന്നു പോകുന്ന ടൈം ഇപ്പം ഇവനാണെങ്കിൽ ഇവളോട് ഒരു ഇഷ്ടം തോന്നിനല്ലോ, അതുകൊണ്ട് തന്നെ അവളെ കൈ പിടിക്കാൻ നോക്കിയ, പക്ഷേ നടക്കുന്നേ ഉണ്ടാവില്ല. അവസാനം പിടിക്കൂ എന്നുള്ള രീതിയിൽ എത്തുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ നായി ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു കെട്ട് പിടിച്ച കൈയാണെങ്കിൽ ഇപ്പുറത്തേക്ക് മാറ്റുന്നുണ്ടാവുക, എല്ലാം ഫ്ലോപ്പ് ആവുന്നുണ്ടാവും. അവനാണെങ്കിൽ വിചാരിക്കും മനസ്സിൽ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഡയറക്റ്റ് ആയിട്ട് അവളോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ ചോദിക്കും, നീയും ഇപ്പൊ കണ്ട ചെക്കനും തമ്മിൽ എന്നാ ബന്ധം എന്ന് ചോദിക്കേ. അവളാണെങ്കിൽ പറയും, എനിക്കില്ലേ ഒരുപാട് സിനിമാസ് കാണാൻ ഇഷ്ടമാണ്, ഏതോ ഒരു ഡയറക്ടറെ പേര് പറയുന്നുണ്ട്, ആ ഒരു ഡയറക്ടറെ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവനാണെങ്കിൽ ആ ഒരു സിനിമേൻ്റെ കളക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും രാത്രി ആണെങ്കിലും മൂവി കാണാൻ പോകുന്നു പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കൻ്റെ ഹാർട്ട് അടിക്കുന്നുണ്ടായിരിക്കും. അവളാണെങ്കിൽ പറയൂ, ഇന്ന് മാത്രമല്ല നമ്മൾ നാളെയും മറ്റന്നാളെയും ഒക്കെ പോകണ്ട, അത് നമ്മൾ രാത്രിയിലാണ് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ ഫുള്ള് തകർന്നടിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അവൻ അങ്ങനെ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഇനി നമ്മളെ ലീനെ കൊണ്ട് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം അധികം ഒന്നും പറയണ്ട, ബൈ.